സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. കേരളത്തെക്കുറിച്ചൊരു കള്ളക്കഥ ദൂരദർശനിൽ ഈ സമയം പ്രദർശിപ്പിക്കുകയാണ്. 32,000 മലയാളി പെൺകുട്ടികൾ IS-ൽ ചേർന്നുവെന്ന കള്ളക്കഥ ടീസറിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നുവെങ്കിലും 3 മലയാളി പെൺകുട്ടികളുടെ സത്യകഥ എന്ന മട്ടിൽ തിയേറ്ററുകളിലെത്തിച്ച ചിത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? കേന്ദ്ര സഹമന്ത്രി പറയും പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുമോ അപരവിദ്വേഷം ജനിപ്പിക്കുന്ന കഥകൾ? കേരളത്തിനെതിരെ വെറുപ്പുണ്ടാക്കാനോ കേന്ദ്ര നീക്കം? വെറുപ്പിന് വോട്ടുണ്ടോ? ചർച്ചയിൽ ഇടത് സഹയാത്രികൻ അൻവർ ഷാ പാലോട്, കോൺഗ്രസ് പ്രതിനിധി VR അനൂപ്, BJP പ്രതിനിധി K ഗണേഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ്. ആദ്യം ഞാൻ K ഗണേഷിലേക്കാണ് പോകുന്നത്. ഗണേഷ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ കേരള സ്റ്റോറി എന്നൊരു വിദ്വേഷ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? കേരള സ്റ്റോറി ദൂരദർശനിൽ കാണിക്കുന്നത് അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയാക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. കാരണം ഒരു സിനിമ എങ്ങനെ എടുക്കണം എന്നത് ആ സിനിമാ പ്രവർത്തകരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് അവർ സിനിമ എടുക്കുന്നു, അവർ സിനിമ ചെയ്യുന്നു. ആ സിനിമ വലിയ പ്രദർശന വിജയം, കേരളത്തിലും രാജ്യത്തും ഒക്കെ വലിയ പ്രദർശന വിജയം നേടിയ ഒരു സിനിമയും കൂടി തന്നെയാണ്. ആ സിനിമയെ അങ്ങനെ കണ്ടാൽ മതി. കേരളത്തിലായാലും രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുമൊക്കെ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമകളും നോവലുകളും ഒക്കെ സാഹിത്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, മത നേതാക്കന്മാർക്കെതിരെ, ആചാര്യന്മാർക്കെതിരെ, സന്യാസി സമൂഹത്തിനെതിരെ ഒക്കെ ഇത്തരത്തിൽ സിനിമകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിമർശനം ഉണ്ടായതുകൊണ്ട് അത്തരം ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അവർക്കുണ്ടായിരുന്ന ഒരു സ്വാധീനം, അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ എന്തെങ്കിലും സ്വാധീനം നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിനിമ കൊണ്ട് ഇല്ലാതായി പോകുന്നതൊന്നല്ലല്ലോ മതേതരത്വവും മാനവികതയും ഒന്നും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ആണെന്ന് ഞാൻ കരുതുന്നില്ല. മതേതരത്വവും മാനവികതയ്ക്കും എതിരായ ഒരു സിനിമ വന്നാലും അത് ജനങ്ങളെ ബാധിക്കില്ല, അല്ല, ജനങ്ങളെ സ്വാധീനിക്കില്ല. ആ സിനിമ അങ്ങനെയാണ്, പക്ഷെ സ്വാധീനിക്കില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, സിനിമ അങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഇനി സിനിമയിലേക്ക്, അതിൻ്റെ ഇതിവൃത്തത്തിലേക്ക് വന്നാൽ ആ സിനിമ ഒരു നടക്കാത്ത കാര്യമാണ് എന്ന് സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? സ്മൃതിയെ പോലെയുള്ള ആളുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഗണേഷ്, 32,000 കണക്കിനെ കുറിച്ചല്ല പറഞ്ഞത്. അല്ല, കണക്ക് പ്രധാനമാണല്ലോ ഗണേഷ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 32,000 പെൺകുട്ടികളെ തീവ്രവാദികളാക്കി എന്നാണല്ലോ ആദ്യം കണക്ക് പറഞ്ഞത്. അങ്ങനെ ഒരു ടീസറാണല്ലോ ആദ്യം പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോഴും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് എന്നാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥ കഥയുമല്ല, യഥാർത്ഥ കണക്കുമല്ല. അപ്പോൾ കേരളത്തിൽ ഈ രൂപത്തിൽ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിലൊരു മണ്ണാണ് കേരളമെന്ന ഒരു ഭയം ജനിപ്പിക്കുന്ന സിനിമ സത്യകഥ എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാകുന്നത്? ഇത്തരം സിനിമകൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ദൂരദർശനിൽ വരണം. ഇപ്പോൾ കേരളത്തിനെതിരെ ഇങ്ങനെ ഒരു സിനിമ വരണം എന്ന് ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഇത് കേരള ജനതയോട് നിങ്ങൾ പറയേണ്ട ഒരു മറുപടിയാണ് ശ്രീ ഗണേഷ്. ഈ സമയത്ത് കേരളത്തിൽ നിങ്ങൾ വേര് പിടിച്ചെന്നും നിങ്ങൾക്ക് വോട്ട് കൂടിയും എന്നൊക്കെ അവകാശപ്പെടുന്ന ഘട്ടത്തിൽ കേരള വിരുദ്ധ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, ഇതാരാ കേരള വിരുദ്ധ സിനിമയാണെന്ന് പറഞ്ഞത്? ഞാൻ ഈ സിനിമ കണ്ടു. എനിക്കിത് കേരളത്തിന് എതിരായിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കേരളത്തിന് എതിരായിട്ടുള്ള സിനിമയല്ല, കേരളത്തിൽ നടന്ന ഒരു കഥയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നിമിഷ ഫാത്തിമമാർ അടക്കമുള്ള ആളുകൾ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആ സംഭവങ്ങൾ ഇവിടെ അറിയേണ്ട ആവശ്യമില്ലേ? സ്മൃതിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതിനെ വെള്ളപൂശാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങൾ അറിയേണ്ട എന്നാണോ? ഇവിടെ IS-ലേക്ക് മാത്രമല്ല, ഇന്ത്യ പാക് അതിർത്തിയിൽ പോയി ഈ പാകിസ്ഥാൻ സൈന്യത്തിന് കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ ആളുകൾ ഈ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് IS പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഇവിടെ മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹം നടിച്ച് മതമാറ്റ പ്രക്രിയകൾ നടന്നിട്ട് IS-ലേക്ക് ആളുകൾ പോയൊരു സ്ഥലത്ത് ആ കഥയെ ഒറിജിനൽ സംഭവത്തെ പശ്ചാത്തലമാക്കിയ ഒരു സിനിമ വന്നാൽ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അത് അറിയണ്ട എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ആണ് ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തന്നെ നൽകിയ കണക്കുകളുണ്ട്. ഈ കണക്കുകൾക്കപ്പുറമുള്ള ഒരു വലിയ കണക്ക് പറഞ്ഞുകൊണ്ട് 32,000 സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കണക്ക് അവതരിപ്പിക്കുകയും അത് സത്യമാണ് എന്ന് അവതരിപ്പിക്കുകയും ചെയ്തു.
അതിനുശേഷം അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റായിട്ടാണ്. രാഷ്ട്രീയ നേതാക്കളെ അപമാനിക്കുന്നതാണ്, കേരളത്തെ അപമാനിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ വാർത്തയാണ്, അത് ഞാൻ വായിക്കാം. കേരള സ്റ്റോറി സംപ്രേഷണം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി വന്നിരിക്കുന്നു. ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പ്രസാർ ഭാരതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി നൽകണം. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം. ദൂരദർശൻ സംപ്രേഷണ തീരുമാനം നീട്ടണം എന്നുള്ളതായിരുന്നു ആവശ്യം. സംപ്രേഷണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന് വിരുദ്ധമാണ് എന്നാണ് ഹർജിയിലുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയും നൽകിയിരിക്കുന്ന പരാതിയിലും പറയുന്നതാണ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നൊരു കാര്യമുണ്ടല്ലോ, അത് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ആ സിനിമ ദൂരദർശനിൽ ഇപ്പോൾ പ്രദർശനം തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8:11 ആയല്ലോ, 8 മണിക്കാണ് പറഞ്ഞിരുന്നത്. ഹൈക്കോടതിയുടെ നോട്ടീസിനെ കുറിച്ച് കൂടി ഒന്ന് പ്രതികരിച്ചോളൂ. അതെ, കോടതി അതിൻ്റെതായ നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കട്ടെ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ആ സിനിമയിൽ പറയുന്നത് 3 പെൺകുട്ടികളുടെ കഥയാണ്, 32,000 പെൺകുട്ടികളുടെ കഥയല്ല. ഞാൻ കണ്ട സിനിമയിൽ 3 പെൺകുട്ടികളുടെ കഥയാണ്. ഞാൻ ഇവിടുത്തെ വാർത്തകളിൽ നിന്നും ഇവിടുത്തെ നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് അതൊരു ഒറിജിനൽ സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ടുള്ള കഥ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു ജാഗ്രതയായിട്ട് ആ സിനിമ കാണണമെങ്കിൽ അങ്ങനെ കാണാം, അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം. അപ്പോൾ 32,000 എന്ന കണക്ക് ടീസറിൽ പറഞ്ഞത് എന്തിനാണ്? അല്ലല്ല, നിങ്ങൾ ഫാക്ട്സ് ആണ് പറയുന്നത്, ജാഗ്രത പുലർത്താനാണ് എന്ന് പറയുമ്പോൾ ഗണേഷ് ആ ഒരു വലിയ കണക്ക് പറഞ്ഞതിന് പിന്നിൽ എന്താണ്? അല്ല, സിനിമാ പ്രവർത്തകർ അതിന്റെ സിനിമാ പ്രവർത്തകർ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ കടന്ന കഥ അത് സത്യമല്ല എന്നുണ്ടെങ്കിൽ, കേരളത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. അതിലെവിടെയാ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി എന്നതാണ്. നമ്മളെ പോലെയുള്ള ആളുകൾ, ഞാനും സ്മൃതിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും ഈ ചർച്ച വീക്ഷിക്കുന്ന ആൾക്കാരും ഈ കേരളത്തിന്റെ പൊതുസമൂഹവും അത് വലിയ ചോദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ISLA പോലെയുള്ള കേരളം പോലെ ഒരു സ്ഥലത്ത് കാസർഗോഡ് സംഭവം നടക്കുന്നു. ഇതിൽ ഒരു പെൺകുട്ടി മറ്റു പെൺകുട്ടികളെ ഈ മത തീവ്രവാദത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന പെൺകുട്ടി മലപ്പുറത്ത് നിന്നാണ്. ഇതിലൊന്നും ഒരു ദുരുദ്ദേശവുമില്ല എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ അത് ഏത് രൂപത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് കേരളത്തിന് മനസ്സിലാകും. അൻവർ ഷാ പാലോട് ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. സ്മൃതി അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. അല്ല, ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം സൂചിച്ചു, തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഉണ്ടായിട്ടുണ്ടല്ലോ, കേരളത്തിൽ ISലേക്ക് ആളുകൾ പോയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് കേരളം പോലെ ആളുകൾ ഒരാളാണ് പോയതെങ്കിൽ ഗണേഷ്, ഒരാൾ പോയതിന്റെ കഥയല്ല പറയുന്നത്. കേരളം ഇങ്ങനെയാണ്, ഈ മണ്ണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോകല്ലേ ഗണേഷ്, അങ്ങനെ പറഞ്ഞു പോലെ ഈ സിനിമ അല്ല, ഞാൻ പറയട്ടെ ഗണേഷ്, ഒരു മിനിറ്റ്. ഇതൊരു സിനിമാ സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ അത് ആ രൂപത്തിൽ വിട്ടുകൊടുക്കുകയല്ലല്ലോ ചെയ്തത്. നിങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്തത്. കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ പോയി ഇത് ഒരു പ്രചാരണ വിഷയമാക്കി. അമിത്ഷാ പ്രസംഗിച്ചു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമ സത്യമാണ് എന്ന രീതിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഇതിപ്പോൾ ഒരു സിനിമയും 2 സിനിമയില്ലല്ലോ. അങ്ങനെ പ്രൊപ്പഗാൻഡ സിനിമകൾ നിരവധി ഇറങ്ങുന്നുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അൻവർ ഷാ പാലോട് ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഗണേഷ്, താങ്കളിലേക്ക് വരാം. അൻവർ ഷാ പാലോട് ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഹർജിയും പോയിരിക്കുന്നു. പക്ഷേ സിനിമ ഇപ്പോൾ ദൂരദർശനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 മണിക്കാണ് സമയം പറഞ്ഞിരുന്നത്. ഇത് ഈ രൂപത്തിൽ ഒരു പ്രതിഷേധം ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിലപ്പുറം ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക? ഈ തെരഞ്ഞെടുപ്പിൽ ഈ സിനിമ ഈ കേരളത്തിൽ കാണുന്നു, കേരളത്തിനപ്പുറത്തേക്കും കാണുന്നു. എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ഭയക്കുന്നത്? സ്മൃതി, ഇവിടെ ഞാനൊരു കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ ശരിക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ഇത് 2023 മെയ്യിൽ ഇത് പുറത്തിറങ്ങിയ സമയം തന്നെ ഞങ്ങളെല്ലാവരും കൃത്യമായി ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. റിയൽ കേരള സ്റ്റോറി അല്ല ഈ കാണിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അന്ന് CPM-ഉം അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് അടക്കം കൃത്യമായിട്ടുള്ള നിലപാട് ഇതിലെടുത്തിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന പ്രസാർ ഭാരതിയോടും കേന്ദ്ര സർക്കാരിനോടൊക്കെ തന്നെ കത്തെഴുതി
പറയുകയായിരുന്നു, ഇത് ഒരു കാരണവശാലും ദൂരദർശനിൽ ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല. ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ചാനലാണ്. ദേശീയ ചാനൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കേരളം കഴിഞ്ഞാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ദൂരദർശൻ മാത്രം ഇത് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ ഇന്ന് BJP പ്രവർത്തകർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൂരദർശൻ ഇന്ന് 8 മണിക്ക് കുത്തിയിരുന്ന് കാണുമായിരിക്കും. പക്ഷേ ഇന്ന് നോർത്ത് ഇന്ത്യ അങ്ങനെയല്ല. അവർക്ക് കൂടുതൽ അക്സസബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ദൂരദർശനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെയുള്ള ഈ വാർത്തകൾ കാണിക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ടില്ല, കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല, കേരളത്തിൻ്റെ സാഹചര്യം, കേരളത്തിൻ്റെ മതേതരത്വം, അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യമൊന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത് കേരളം ഒരു തീവ്രവാദികളുടെ നാടാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, കേരളത്തിൽ നിന്ന് ഒരുപാട് പേരെ മതം മാറ്റി ഇങ്ങനെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ തുടക്കം മുതൽ ആ ഒരു കുട്ടി അവിടുത്തെ ആർമി ഓഫീസറോട് ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലവും ഒക്കെ തന്നെ പറയുന്നതും, അതോടൊപ്പം തന്നെ പിന്നീട് ആ സിനിമ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള മുസ്ലിം വിരുദ്ധത ഈ സിനിമയിലേക്ക് കടന്നു വരികയാണ്. അതോടൊപ്പം 4 പെൺകുട്ടികൾ, ആ 4 പെൺകുട്ടികളിൽ ഒരു മുസ്ലിം പെൺകുട്ടി, അതോടൊപ്പം തന്നെ 2 ഹിന്ദു പെൺകുട്ടി, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി. ഈ 4 പെൺകുട്ടികൾ ഹോസ്റ്റലിലെത്തുന്ന അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നൊരു കഥയാണ് പിന്നീട് കാണിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെല്ലാം തന്നെ വളം വെച്ച് കൊടുക്കുന്നു ഈ വീടുകളിലൊക്കെ. അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെഗുവേരയുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരുടെ ഫോട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ സമൂഹം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൻ്റെ ഈ മതേതരത്വത്തെയും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യത്തെയും തകർക്കുന്ന രീതിയിലാണ് ഈ സിനിമ. ആ സിനിമയാണ് ഇദ്ദേഹം ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളൊരു യുവാവാണ്. ഇത്രയും മോശമായിട്ടുള്ള കാര്യം സർക്കാർ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ആയതുകൊണ്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥമായിട്ട് ഒരു കേരളത്തിൽ ജനിച്ച ആൾക്കാർക്ക് റിയൽ സ്റ്റോറി എന്താണെന്നറിയാം. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് കുടുംബമായി ലൈഫ് മിഷനിൽ നിന്ന് വീട് കിട്ടി ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കണം, കേരളത്തിൽ ഈ പറയുന്ന ഇങ്ങനെയാണോ സംഭവിക്കുന്നത്? റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിയുന്ന, ഒരു കലാപം പോലും ഇല്ലാത്തൊരു നാടാണ് ഈ പറയുന്ന കേരളം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന, ഡെയിലി വേജസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്റ്റേറ്റാണ് കേരളം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇതെല്ലാമാണ് നമ്മുടെ കേരളത്തിന്റെ റിയൽ സ്റ്റോറി. അല്ലാതെ ഇവർ ഈ പറയുന്ന നിമിഷ ഫാത്തിമ നിമിഷ ഫാത്തിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താ? കേരള സർക്കാരാണോ നിമിഷ ഫാത്തിമ പോയോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കേണ്ടത്? ഇന്ത്യയുടെ അതിർത്തി കാത്തു സൂക്ഷിക്കേണ്ടത് BJP സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ്. 2016 ഈ പറയുന്ന നിമിഷ ഫാത്തിമ ഇവിടുന്ന് പോകുന്നത്. ഇവരുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അപ്പോ ഇവര് ഭീകരവാദത്തെ തടയാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങളെ തടയാനോ ഒന്നും ശ്രമിക്കാതെ കേരളം എന്തോ ഒരു പ്രശ്നമാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വോട്ടാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്, നിങ്ങൾ കേരള സ്റ്റോറി കാണൂ. അമിത്ഷാ പറഞ്ഞു, ഇവരുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു, അവരോടും പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം നിങ്ങളെ തൊട്ടടുത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ സിനിമയിലൂടെ പല പ്രൊപ്പഗണ്ടകൾ വരികയാണ്. കാശ്മീർ ഫയല് ഇവരെന്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ? അതിന് കൂടുതൽ പിന്തുണ കൊടുത്തു, അതിന് ടാക്സ് എക്സെപ്ഷൻ കൊടുത്തു. അപ്പോൾ കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ഇങ്ങനെ ഇന്ത്യയിൽ എവിടെയൊക്കെ ഇവർക്ക് വർഗീയത കുത്തി നിറയ്ക്കാൻ പറ്റുമോ അതിന് അനുകൂലമായിട്ടുള്ള സിനിമകൾ വരും. അതിനെ ഇവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. യുപിയും മധ്യപ്രദേശും കേരള സ്റ്റോറിക്കും കൊടുത്തു. അതെ, ഈ പറയുന്ന സിനിമകൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ കാശ്മീർ ഫയൽസ് കണ്ടില്ലേ എന്ന്, കേരള സ്റ്റോറി നിങ്ങൾ കണ്ടില്ലേ എന്നാണ്. അപ്പോൾ കേരള സ്റ്റോറി കണ്ടാൽ, ഇപ്പൊ ഉത്തർപ്രദേശിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടുത്തെ മുഖ്യമന്ത്രി ചോദിച്ചത്, നിങ്ങൾക്ക് കേരളമാകണോ കാശ്മീർ ആകണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമായി ജീവിക്കുകയാണ്,
BJPക്ക് അവിടേക്ക് കയറാൻ കഴിയുന്നില്ല, കേരളം എന്തോ ഈ പറയുന്ന ഭീകരവാദികളുടെ നാടാണ് എന്ന് കാണിക്കുക, അവർക്ക് വോട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ നിൽക്കുകയാണെങ്കിൽ കേരളത്തെക്കുറിച്ച് അവരിങ്ങനെ പറയുമോ? പറയില്ല. കാരണം അവർക്ക് ഒരിടത്ത് ഇത് പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ നാളത്തെ തലമുറ ഇത് എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ കാണുന്നത് എന്ന് തന്നെ നമുക്കറിയില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ വി ആർ അനൂപ്, വളരെ പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലത്തിലാണ് നമ്മൾ കഴിയുന്നതെന്നറിയാം. ഇപ്പോൾ ഈ ലീഗിൻ്റെ കൊടി ഉയർത്താൻ പോലും ഭയക്കുന്ന ഒരവസ്ഥ നിങ്ങളെ സംബന്ധിച്ചുമുണ്ടല്ലോ. അത് വടക്കേ ഇന്ത്യയിൽ ഏത് രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ. അപ്പോൾ ഇത്തവണ നിങ്ങൾ കൊടി പോലും ഉയർത്താൻ ഭയന്നുകൊണ്ട് 2 കൊടിയും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇത്തരം സിനിമകൾ ഒന്നും രണ്ടുമല്ല, ഇപ്പോൾ നിരവധി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സവർക്കറെ കുറിച്ചുള്ള ചിത്രം വന്നിരിക്കുന്നു, JNU എന്നൊരു സിനിമ വരുന്നു. ഈ രൂപത്തിൽ ഇങ്ങനെ എല്ലാത്തരം ഇളവുകളും കൊടുത്തുകൊണ്ട് ഇത്തരം സിനിമകൾ ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കുകയും പ്രദർശനത്തിൽ വരികയൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കാനിരിക്കുന്നത്? നിങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ഈ കൊടിയുടെ കാര്യത്തിൽ CPM പറയുന്നത് നിങ്ങൾ ഭയന്ന് പിന്മാറുന്നു എന്ന ഈ വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു എന്നതിനപ്പുറം എന്ത് തരത്തിലുള്ള പ്രതിരോധം സാധ്യമാണ്? ഒരു ഒളിച്ചോട്ടവുമില്ല. വളരെ ആധികാരികമായി തന്നെ പറയാൻ കഴിയും. കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്ന് ആദ്യമായി കോടതിയെ സമീപിച്ച ആളാണ് ഞാൻ. അതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രതിനിധികൾ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്നെ ആദ്യത്തെ വ്യവഹാരം ഫയൽ ചെയ്തൊരു വ്യക്തിയാണ് വ്യക്തിപരമായി ഞാൻ. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ വരെ അതിനെ ഫോളോ ചെയ്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ RSSന്റെ പ്രതിനിധി പറയുന്നത് 32,000 3 പേരിലേക്ക് ചുരുങ്ങിയെന്നാണ്. എങ്ങനെ ചുരുക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ ഈ സിനിമയുടെ നിർമ്മാതാവിന് ഒരു ഉറപ്പ് കൊടുക്കേണ്ടി വന്നു. അതായത് ഇത് 32,000 പേർ IS-ലേക്ക് പോയി എന്നതുമായി ബന്ധപ്പെട്ടൊരു കഥയല്ല, മറിച്ച് 3 പേരുമായി ബന്ധപ്പെട്ടൊരു സാങ്കല്പിക കഥയാണ് എന്ന് അതിനു മുൻപ് ഒരു ജീവചരിത്ര ചിത്രം എന്നുള്ള ക്ലെയിമിൽ നിന്ന് ഇതൊരു ഫിക്ഷൻ ആണ് എന്നുള്ള അംഗീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. പിന്നെ ഇവിടെ അൻവർ ഷാ പാലോട് അദ്ദേഹത്തിന് RSSനെതിരെ ആത്മാർത്ഥമായ നിലപാടുണ്ടായിരിക്കാം. പക്ഷേ കേരള സർക്കാർ ഇതിൽ എന്ത് നിലപാടാണ് എടുത്തത്? ഈ കേസുമായി സംബന്ധിച്ച് ഞാൻ അടക്കമുള്ള ആളുകൾ കോടതിയിൽ പോയപ്പോൾ വളരെ വൈകി മാത്രം നിലപാടെടുക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു കേരളത്തിലെ സർക്കാർ. മമതാ ബാനർജി ബംഗാളിൽ കേരള സ്റ്റോർ നിരോധിച്ചു. അപ്പോൾ മമതാ ബാനർജിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളോട് അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്, കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, കേരള സ്റ്റോറി കേരളത്തിൽ നിരോധിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് ബംഗാളിൽ അത് നിരോധിക്കുന്നതെന്നാണ്. സത്യത്തിൽ ബംഗാൾ ഗവൺമെന്റ് നിരോധിച്ച നടപടിയെപ്പോലും കേരളത്തിലെ സർക്കാരിന്റെ അലംഭാവം പോലും ആ ബംഗാൾ സർക്കാരിന്റെ നിലപാട് പോലും ദുർബലമായി. കേരള സർക്കാർ ഒരു നിരോധനം ഇവിടെ നടത്തിയില്ല. കേരള സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും എന്ന് പറഞ്ഞതിന് ശേഷം വളരെ വൈകി മാത്രം CPMന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കത്തയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അദ്ദേഹം അയച്ച കത്ത്. CPMന്റെ അങ്ങനെ ഒന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ അവർ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷേ സാധ്യമായ ആദ്യത്തെ സന്ദർഭത്തിൽ എടുക്കേണ്ട നിലപാട് കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ എടുത്തിട്ടില്ല എന്ന് എനിക്ക് ഈ വിഷയത്തിൽ ആദ്യം മുതലേ ഇടപെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയും. പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് എടുത്ത നിലപാടുണ്ട്, തമിഴ്നാട്ടിൽ സർക്കാർ എടുത്ത നിലപാടുണ്ട്. പക്ഷേ കേരളം വളരെ വൈകി മാത്രം ഞങ്ങളെ പോലുള്ള വ്യക്തികൾ, സംഘടനകൾ ഈ കേസുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതമായ അവസാന ഘട്ടത്തിൽ മാത്രമാണ് നിലപാടെടുത്തത്. ഇപ്പൊ അൻവർ ഷാ പാലോട് എന്ന വ്യക്തി അദ്ദേഹം ഉയർത്തുന്ന വാദമുഖങ്ങളെയൊന്നും പരിഹസിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ നിലപാടെടുക്കേണ്ട ആളുകൾ നിലപാട് ആത്മാർത്ഥമായി ആ നിലപാടെടുക്കേണ്ട സന്ദർഭത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ കൃത്യമാണ്. സംഘപരിവാറിനെതിരെ സംഘപരിവാർ വിരുദ്ധ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. ബംഗാളിൽ മമതാ ബാനർജി ചെയ്തത് എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ചെയ്തില്ല എന്ന് പറയുന്ന ചോദ്യത്തിന് കേരളത്തിലെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് അവസാനം വരെ മറുപടി പറയേണ്ടി വരും. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഈ ഔദ്യോഗിക വാർത്താ പ്രക്ഷേപണ സ്ഥാപനത്തെ തിരഞ്ഞെടുപ്പ് കാലത്ത് ദുരുപയോഗം ചെയ്യുന്നത് ഏത് രൂപത്തിൽ തടയാനാകും? ഇപ്പോൾ സിനിമ പ്രദർശനത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോടതിയെ സമീപിച്ചു. കോടതി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരിക്കുന്നു. പക്ഷേ ഈ നടപടിക്രമങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും സിനിമ മുഴുവൻ ജനങ്ങളിലേക്കും എത്തുകയാണ്. അത് കാണാൻ താല്പര്യപ്പെടുന്നവർ മാത്രമേ അതിൽ വീഴുകയുള്ളൂ എന്ന് ആശ്വസിക്കാൻ സാധിക്കുമോ?
സ്മൃതിക്ക് അറിയാലോ, ഈ പ്രസാരഭാരതി ആവുന്നതിന് മുമ്പ് തന്നെ ദൂരദർശന് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ബന്ധപ്പെട്ടുള്ളൊരു ദീർഘചരിത്രമുണ്ട്. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ നമുക്കറിയാം രാമായണം സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് മുതൽ തുടങ്ങുന്നതാണ്. രാമായണം സീരിയൽ ടെലികാസ്റ്റ് രാമജന്മഭൂമി പ്രസ്ഥാനവുമായിട്ട് ഒരുമിച്ച് പോയതാണ്. കാര്യം അതേ കാലഘട്ടത്തിലാണ് രാമജന്മഭൂമി പ്രസ്ഥാനം. അപ്പോൾ രാമജന്മഭൂമി പ്രസ്ഥാനത്തിനും അന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ രാമായണം സീരീസ്, രാമായണ സാഗർ സീരീസ് വലിയൊരു സ്വാധീനം ചെലുത്തി എന്നുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അരവിന്ദ് രാജഗോപാലിൻ്റെ ടെലിവിഷൻ ആഫ്റ്റർ രാമായണം എന്നൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട പഠനങ്ങൾ തന്നെ, മീഡിയ സ്റ്റഡീസിൻ്റെ പഠനങ്ങൾ തന്നെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരദർശൻ ആ രീതിയിലൊരു ഹിന്ദു ഇത്തരം എപ്പിക്കുകളിലൂടെ തന്നെ ഒരു പ്രത്യേകതരം വ്യാഖ്യാനത്തിലൂടെ ഒരു രാമായണത്തിൽ, പിന്നെ ആ നടന്മാരും നടിമാരൊക്കെ തന്നെ BJP എംപിമാരായിട്ട് ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇത്തരമൊരു ചരിത്രം ദൂരദർശനുണ്ട്. അപ്പോൾ ദൂരദർശൻ പരിപൂർണമായി തന്നെ രാഷ്ട്രീയ നിർമുക്തമായിട്ടൊരു സ്വഭാവമല്ല കാണിച്ചത്. നമ്മുടെ ആദർശത്തിലും നമ്മൾ അഭിപ്രായപ്പെടുന്ന നമ്മൾ അഭികാമ്യമായ മാധ്യമം നിലയ്ക്ക് പ്രസാരഭാരതി ദൂരദർശൻ എന്നുള്ളത് പബ്ലിക് ബ്രോഡ്കാസ്റ്റിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കണം. പക്ഷെ ഒരു കാലത്തും അത്ര സ്വതന്ത്രമായി പ്രവർത്തിച്ചിട്ടില്ല. അതിന്റെ തുടർച്ചകൾ എല്ലാ കാലത്തുണ്ട്. രാമായണം പോലുള്ള കഥകൾ അല്ലെങ്കിൽ ഹിന്ദു എപ്പിക്കുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ശരിയായിരിക്കാം. പക്ഷേ ഇത് വർഗീയ വിദ്വേഷമാണ്. വർഗീയ വിദ്വേഷം എന്ന നിലയ്ക്ക് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചതാണ് പല ഘട്ടങ്ങളിൽ. സുപ്രീം കോടതിയിൽ വരെ എത്തിയ വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശനിൽ കൂടി പ്രദർശിപ്പിച്ചുകൊണ്ട് 4 ആൾ കാണട്ടെ, അതുവഴി ഭിന്നിപ്പുണ്ടാകട്ടെ എന്നാലോചിക്കുമ്പോൾ അത് കൃത്യമായി നടന്നു പോവുകയാണ്. ശരിയാണ്. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലത്ത് രാമായണം കാണാൻ ദൂരദർശൻ പ്രധാനപ്പെട്ട മാധ്യമമായിരുന്നു. ഇന്നിപ്പോൾ ആ ദൂരദർശൻ ആ നിലയ്ക്ക് പ്രധാനപ്പെട്ട മാധ്യമമല്ല. കാര്യം ഇന്നിപ്പോട്ട് കേബിൾ ടെലിവിഷൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടൊക്കെ ദൂരദർശൻ ആ തരത്തിലാകിയ കാര്യമില്ല. പക്ഷേ കേരളത്തിലായിരിക്കും നേരത്തെ ഒരു പാനൽ സൂചിപ്പിച്ച പോലെ കേരളത്തിന് പുറത്തതായിരിക്കില്ല സ്ഥിതി. തീർച്ചയായിട്ടും ദൂരദർശൻ കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അവിടെ ഇലക്ഷൻ സമയത്ത് ഒരു ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല മലയാളികളെയും കേരളീയരും എല്ലാം അപരവൽക്കരിക്കുന്ന സിനിമ, ആ നിലയ്ക്ക് ഒരു എന്താ പറയുക, നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ ആഖ്യാനം മുന്നോട്ട് കൊണ്ടുവന്ന സിനിമ, ലവ് ജിഹാദിൻ്റെ വികൃതമായ ആഖ്യാനം കൊണ്ടുവന്ന സിനിമ, ലവ് ജിഹാദ് തന്നെ വികൃതമാണ്, അതിനെ ഏറ്റവും കൂടുതൽ വൈകൃതമായി അവതരിപ്പിക്കുന്ന സിനിമ, അതൊരു രാജ്യത്തെ അധിക്ഷേപിക്കുന്ന സിനിമ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയമായിട്ട് കേരളത്തിനുള്ളതിൻ്റെ ഗുണം മറ്റ് സ്ഥലങ്ങളാണ് അതിൻ്റെ ഗുണം. ഇത് നമുക്ക് മുമ്പ് അറിയാം. ലവ് ജിഹാദ് ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്, കർണാടക തെരഞ്ഞെടുപ്പ് സമയത്താണ് ഉപയോഗിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇത്തരം സിനിമകൾ ഒരുപക്ഷെ അതിൻ്റെ ഗുണഫലം, അതിൻ്റെ ഡിവിഡൻഡ് കിട്ടുന്ന മറ്റ് സ്ഥലങ്ങളായിരിക്കും. അതിനു വേണ്ടിയാണ് ഒരുപക്ഷെ കേരളത്തെ, നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തെയും എല്ലാം അവലംബിക്കാൻ വേണ്ടി. ഇതിലെനിക്ക് നമ്മളിപ്പോൾ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വേർതിരിച്ച് കാണണ്ട കാര്യം. ഇതിനകത്ത് രണ്ടുപേരും അതിൻ്റെ നിലപാടെടുത്തിട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ നമ്മളൊരു അവതരിപ്പിക്കുന്ന പ്രത്യശാസം, ഇതിലൂടെ പ്രചരിപ്പിക്കുന്ന പ്രത്യശാസം അത് കേരളത്തിന് വിരുദ്ധം തന്നെയാണ്. അതിന് സംശയം എന്താ? കേരളത്തെ വളരെ മോശമായി കാണിക്കുന്നതിൽ, കേരള സ്റ്റോറി എന്നതിൽ കേരളത്തെ മോശം എന്ന് അതിന് ഒരു മലയാളി സ്ക്രിപ്റ്റ് റൈറ്റർ വേണ്ടി ഉണ്ടതുകൊണ്ട്. പക്ഷേ കേരളത്തെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താം, ആ രീതിയിൽ അപകീർത്തിപ്പെടുത്തുകയും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള, ഞാൻ പറഞ്ഞ വളരെ ആദർശാത്മക സമൂഹം നിലനിൽക്കുന്നു പറയില്ല, പക്ഷേ കേരളത്തിലെ സമ്മിശ്ര ജീവിത വ്യവസ്ഥ, കേരളത്തിന് ആധുനിക സാമൂഹ്യ രൂപീകരണം തന്നെ കേരളത്തിന് മാതൃകാപരമാണ്. ലോകത്തിനും തന്നെ മാതൃകാപരമായ സാമൂഹ്യ ജീവിതത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. ഇത് പ്രൊപ്പഗാൻഡ എന്താണ്? നോണ എന്നതിനാണ് പ്രൊപ്പഗാൻഡ നമ്മുടെ കാലത്ത് പറയാം. നുണ പ്രചരിപ്പിക്കുക, ഈ സിനിമ ഉപയോഗിച്ചുകൊണ്ട് നുണ പ്രചരിപ്പിക്കുക. ഇതിൻ്റെ ഡിവിഡൻഡ് മറ്റ് സ്ഥലങ്ങളിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു സിനിമ ഒരു തരത്തിലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ദൂരദർശന് കാഴ്ചക്കാർ കുറവായിരിക്കും, എങ്കിലും അതൊരു പൊതുമാധ്യമമാണ്, പബ്ലിക് ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. അത് ചെയ്യുന്ന ഉത്തരവാദിത്തമുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വർഗീയത, വർഗീയ വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടും തടയപ്പെടേണ്ടതാണെന്നുള്ളൊരു ഭരണഘടന ഉത്തരവാദിത്തം കൂടിയുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം. ആ സമയത്താണ് ഇത്തരം ഒരു പ്രചരണാത്മക സിനിമ വരുന്നത്. വലിയ തോതിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കും. സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആൾക്കാരിലും ഇത് കാണാൻ നിർബന്ധിതമായ ആൾക്കാർക്കും ചിലപ്പോൾ അത് നിർബന്ധിച്ച് കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കാണുന്നതിന് തെറ്റായ സ്വാധീനം, ഈ കെട്ടുകഥ, കേരളത്തെക്കുറിച്ച് കെട്ടുകഥ മറ്റു രീതിയിൽ സ്വാധീനിക്കും. കേരളത്തെക്കുറിച്ച് അല്ലേ തന്നെ നമുക്കറിയാലോ, എത്ര അപകീർത്തികരമായ കഥയാണ് കേരളത്തിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, മലപ്പുറത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ, നമ്മുടെ മലപ്പുറത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ, എന്തൊക്കെ അടുത്ത് പോലും മലപ്പുറത്ത് ഒരു ഗ്രാമത്തെക്കുറിച്ച് തെറ്റായ കഥ പ്രചരിപ്പിച്ചു. ഇത്തരം കെട്ടുകഥകൾ സൃഷ്ടിക്കുന്ന ഇത് കേരളം തിരസ്കരിക്കും. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് കാണിക്കുന്നത്. ഒന്നടങ്കം മലയാളികൾ, അതിൽ നമ്മുടെ രാഷ്ട്രീയ ഭേദർക്കൊന്നും വേണ്ട, പ്രതിഷേധിക്കേണ്ടതാണ്. കാര്യം നമ്മളാണ് അവമാനിക്കപ്പെടുന്നത്. അതിലാണ് എൻ്റെ അകത്ത് കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളാണ് അപമാനിക്കപ്പെടുന്നത്, മലയാളികളാണ് അപമാനിക്കപ്പെടുന്നത്. മലയാളികളുടെ ആധുനിക സാമൂഹ്യ ജീവിതം, നമ്മൾ നേരിട്ട് സാമൂഹിക ജീവിതമാണ് അപമാനിക്കപ്പെടുന്നത്. അതൊരു വസ്തുതയാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ശ്രീ ദാമോദർ പ്രസാദ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഈ കേരളത്തിലും കാണുകയാണല്ലോ ഈ സിനിമ. കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, 2 സീറ്റുകളും ലഭിക്കുമെന്നുള്ള വിശ്വാസം, അതിനുവേണ്ടി പ്രധാനമന്ത്രി തന്നെ ഇവിടെ പലതവണയായി വന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ കേരളത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ പ്രദർശനത്തിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ എന്ത് നേട്ടമാണ് പ്രദർശിക്കുന്നത്? എന്താണ് അതിന് പിന്നിലൊരു മനഃശാസ്ത്രം? എന്താണ്?
ഇതിപ്പോൾ കേരളത്തിൽ മാത്രമായിരിക്കല്ലോ ഈ സിനിമയുടെ പ്രദർശനം കൊണ്ട് വിജയം നേടും. നമുക്കറിയാം ലൗഹ്ജാദ് എങ്ങനെയാണ് ഉത്തർപ്രദേശ് ഇലക്ഷൻ ഉപയോഗിക്കപ്പെട്ടത്, ലൗഹ്ജാദ് നിയമം പിന്നീട് മാറിയത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലായിരിക്കും ഇതിൻ്റെ ഗുണഫലം അവർ നേടാൻ നോക്കുക. കേരളത്തിൽ ഗുണഫലം, കേരളത്തിൽ തന്നെ BJP രാഷ്ട്രീയമായിട്ട് നേട്ടം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ പ്രധാനപ്പെട്ട മുൻ പ്രസിഡന്റ് തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിനെ കുറിച്ച് വളരെ വ്യക്തമായ SK പത്മനാഭനെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വ്യക്തമായ നിലപാട് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യം കേരളത്തിലെ ഏഷ്യാ മൂന്നിന് മാത്രം കേരളത്തിലെ ആൾക്കാർ ഈ സിനിമ കണ്ട് വോട്ട് ചെയ്യാനും പോകുന്നില്ല. ഇവിടെ BJPക്ക് മറ്റു രീതിയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഈ സിനിമ കൊണ്ടൊന്നും കേരളത്തിൽ ചുക്ക് സംഭവിക്കാനുള്ള കേരളത്തിൽ ഒരു സാമൂഹ്യ ജീവിതത്തിലും മാറ്റമുള്ള കാര്യം കേരള സാമൂഹ്യ ജീവിതത്തിൽ ഇത് നുണയാണെന്ന് മനസ്സിലാക്കുക അവരുടെ അനുഭവം തന്നെയാണ്. മലയാളിയുടെ അനുഭവം തന്നെ നുണയാണെന്ന് തിരസ്കരിക്കും. അതുകൊണ്ട് ലവ് ജിഹാദ് എന്ന് കേരളത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൽ പ്ലാൻ ചെയ്യപ്പെട്ട സ്റ്റോറി എത്ര ജിഹാദ് കഥകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എല്ലാം തന്നെ തിരസ്കരിക്കപ്പെടില്ല ചെയ്തത്. കേരളത്തിൽ ഒന്നടങ്കം തിരസ്കരിക്കുക. കേരളത്തിലെ സാമൂഹ്യ ജീവിതം, സമൂഹം വിവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിരസ്കരിച്ച കഥയാണത്. ഇത് പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവും. നമ്മളുണ്ടാക്കുന്ന വ്യാജ കഥകൾ മറ്റ് സ്ഥലങ്ങൾക്ക് അവർക്ക് നേരിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ശരി, ഇപ്പോൾ ദൂരദർശൻ ഈ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാവുന്ന വിവരം. ശ്രീ ഗണേഷിലേക്ക് പോകുന്നു. ഗണേഷ്, ഇപ്പോൾ കേരളത്തിനെതിരെ കള്ളക്കഥകൾ ഈ രൂപത്തിൽ നേരത്തെയും ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. അതിൻ്റെ കള്ളക്കണക്കുകൾ പല രാഷ്ട്രീയ നേതാക്കളും ഇവിടെ ഉന്നയിച്ചു. പക്ഷേ കോടതിയിൽ അത് തെളിയിക്കാനായില്ല. ലവ് ജിഹാദ് അങ്ങനെയൊന്നും ഇല്ല എന്ന അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ സാക്ഷ്യം പറയുകയും കോടതി അങ്ങനെ ഒരു അനുമാനത്തിലെത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇങ്ങനെയുള്ള കള്ളക്കഥകൾ, കോടതി നിരാകരിച്ച യഥാർത്ഥ കണക്കുകളില്ലാത്ത പെരുപ്പിച്ച കഥകളുമായി നിങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ മൂന്നുണ്ടല്ലോ, 32,000 അല്ലല്ലോ എന്ന് പറയുമ്പോൾ 32,000 മൂന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? അല്ല, ഇവിടെ എല്ലാവരും കേരളത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ഇവരാരും പറയുന്നില്ലല്ലോ. ഞാൻ നേരത്തെയും സൂചിപ്പിച്ച ചോദ്യം അതാണ്. IS-ലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് IS-ലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്? IS-ലേക്ക് പോയ കുട്ടിയുടെ അമ്മ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ, നമ്മളെല്ലാവരും ചാനലുകളിലൂടെ കേട്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് ഇവർ പറയുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കാര്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ കാണുന്നത്. അതാ പിന്നെ സിനിമാ പ്രവർത്തകരുടെ ആവിഷ്കാരത്തിനനുസരിച്ചുള്ള സിനിമയാണ്. അങ്ങനെ ആവിഷ്കാരം അങ്ങനെയല്ല. ഉള്ള ഒരു സംഭവത്തെ പൊടിപ്പും തൊങ്ങലും വെച്ച് വലുതാക്കി ഭയപ്പെടുത്തി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമില്ലേ? എന്തുകൊണ്ടാണ് BJP മാത്രം ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്നത്? ഈ സിനിമ കാണട്ടെ എന്ന തീരുമാനം BJP എടുക്കുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ സംവിധായകന് വിടുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ടാക്സ് എക്സംഷൻ കൊടുക്കുകയാണ്, അല്ലാത്ത സംസ്ഥാനങ്ങളെ വിമർശിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങളുടെ താല്പര്യം ഇതിൽ? ഒന്ന് പറയൂ. അല്ല, എന്തുകൊണ്ടാണ് മീശ നോവല് കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടത്? ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരും ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും ഒക്കെ മീശ നോവലിനെ വളരെ പ്രകീർത്തിച്ച് കൊണ്ടുപോയത് എന്തുകൊണ്ടായിരുന്നു? എന്തായിരുന്നു അതിനുള്ള കാരണം? കാരണം എന്താണ്? ഇവിടുത്തെ ഹിന്ദു വിശ്വാസങ്ങളെ, ഹിന്ദു ആരാധനാ രീതികളെ ഇല്ലാതാക്കുക. അത് തന്നെയാണല്ലോ ഞാൻ പറയാം എന്തായിരുന്നു മീശ നോവലിനെതിരെ ഇവിടുത്തെ കമ്മീഷണർ സിനിമയിൽ, രഞ്ജി പണിക്കരുടെ കമ്മീഷണർ സിനിമയിൽ അമൃതാനന്ദമയി ദേവിയെ ഉള്ള രൂപത്തെ കുറിച്ചിട്ട് അവർ പറയുന്നത് ഇവിടുത്തെ എന്താ പറയുക കഞ്ചാവ് കടത്തുന്ന ആ കാലഘട്ടത്തിൽ വളരെ ഇതായിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ, അങ്ങനത്തെ ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു ആചാര്യന്മാരെയും ഒക്കെ ഇങ്ങനെ എതിർക്കുന്നത് എന്താ പറയുക, അവരെ ചീത്ത ആളുകളായി മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? മീശ മാത്രമല്ല, കേരളത്തിൽ എത്ര സംഭവങ്ങൾ. മീശ മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് മീശയിൽ എന്തായിരുന്നു നിങ്ങൾ ആഘോഷിക്കപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? പറഞ്ഞോളൂ. ആഘോഷിച്ചതും കൊണ്ടുവന്നൊക്കെ നിങ്ങളല്ലേ? ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. മീശയുമായി ബന്ധപ്പെട്ട് ഇല്ലില്ല, അങ്ങനെ ആരാധനാക്രമത്തെയൊന്നും അപമാനിക്കുന്നൊന്നുമില്ല. ഇല്ല. അമ്പലമുറ്റത്ത് നിന്ന് ഇപ്പൊ ഞാൻ ഇനി പറഞ്ഞ് നിങ്ങൾക്ക് ഇനി അത് ഉണ്ടാക്കാനല്ലേ? അമ്പലമുറ്റത്ത് നിന്ന് കമന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തിനാണ് ബാക്കി പറയുന്നത്? അമ്പലമുറ്റത്ത് നിന്ന് സ്ത്രീകളെ
ബാക്കി സ്ത്രീകളുടെ പറയൂ. സൗന്ദര്യം വായിച്ചതാണല്ലോ. ആരാധിക്കാനൊക്കെ അമ്പലമുറ്റത്ത് വന്നിരിക്കുന്ന യുവാക്കളൊക്കെ ഉണ്ട്. അതിനെ എന്താ പള്ളി വലുതാക്കി പറയാത്തത്? നിങ്ങൾ എന്താ പള്ളി അതിനെ പറയാത്തത്? വലുതാക്കി പള്ളിമുറ്റം പറയാതിരുന്നത് പള്ളിമുറ്റത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പള്ളിമുറ്റം പറയാതിരുന്നത് എന്താ? ഇതൊക്കെ എല്ലായിടത്തും എന്താ നടക്കുന്ന പള്ളി- കാര്യങ്ങളാണ്. പള്ളിയൊന്ന് നിങ്ങൾ പറഞ്ഞ് അതിനെ നോക്ക് നിങ്ങൾ അതിനെ പള്ളിയൊന്ന് വലുതാക്കി പറഞ്ഞ് വേറൊരു നോക്ക്. രൂപത്തിലാക്കി എന്താ ജോസഫ് മാഷിനെ വേറൊരു കൈവെട്ടിയത്? രൂപത്തിലാക്കി. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടുത്തെ മതേതരത്വത്തെ എനിക്ക് കുറിച്ച് മനസ്സിലാവുന്നില്ല ഇവിടെ ശ്രീ എന്ത് വേറെ ഗണേഷ്. രൂപം സ്മൃതി? ഇവിടെ എന്ത് ജോസഫ് വേറെ രൂപം? മാഷിന്റെ കൈവെട്ടിയതൊക്കെ എന്ത് വേറെ നല്ല രൂപം? രൂപത്തിൽ ഇവിടെ ചർച്ച ജോസഫ് ചെയ്തിട്ടുണ്ട് മാഷിനെ ഗണേഷ്. കൈവെട്ടിയതൊക്കെ- ഗണേഷ് ജോസഫ് അതൊക്കെ അവിടെ മാഷിനെ അതിനെയൊക്കെ കൈവെട്ടിയത് വിമർശിച്ച് നമ്മൾ ഇവിടെ എത്ര ചർച്ചകൾ നടത്തി ഗണേഷ്. അതിനെയൊക്കെ വിമർശിച്ച് എത്ര ചർച്ചകൾ നടത്തി. ഇവിടെ കൈവെട്ടുന്ന കാര്യമല്ലല്ലോ പറയുന്നത്. നിങ്ങൾ 32,000-നെ 32,000 മൂന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് ആവർത്തിക്കുമ്പോൾ അത്തരം സിനിമകൾ എല്ലാവരും കാണണമെന്ന് നിശ്ചയിക്കുമ്പോൾ അത് കേരള വിദ്വേഷമല്ല എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദീകരിക്കേണ്ടി വരും. അല്ല ഞാനതാ പറഞ്ഞത്. നിങ്ങൾക്ക് പേടിയാണ് ജോസഫ് മാഷിനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്. ചർച്ച ചെയ്താന്നേ ഗണേഷ്. ഇന്നത്തെ വാർത്തയല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗണേഷ്. ഗണേഷ് ഇപ്പോഴത്തെ വാർത്ത എന്താണ്? ഇന്നത്തെ വാർത്ത എന്താണ്? ഇപ്പോൾ ദൂരദർശനിൽ കേരള സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, സംപ്രേഷണം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, സിനിമ കാണുന്നു, ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൈവെട്ടിയത് വിധി വന്നപ്പോഴും വിധിക്ക് മുമ്പൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. താങ്കൾ പറയൂ ലവ് ജിഹാദ് ലവ് ജിഹാദ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുകയല്ലേ? കണക്കുമില്ല, കോടതിയും തള്ളി, അന്വേഷണത്തിലും തെളിഞ്ഞു, എന്നിട്ടും നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുകയല്ലേ? അപ്പോൾ നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. കേരള ഹൈക്കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. കേരള ഹൈക്കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. താങ്കൾ അറിഞ്ഞില്ലേ? കേരള ഹൈക്കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. അപ്പൊ താങ്കൾക്ക് ഇതേക്കുറിച്ച് വിവരമില്ലെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? താങ്കൾക്ക് ഇതേക്കുറിച്ച് വിവരമില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗണേഷ്. പഠിച്ചിട്ട് വരും, പഠിച്ചിട്ട് വരും. എന്റെ വിവരത്തെ നിങ്ങൾ സ്മൃതി പരിശോധിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ നോക്കിക്കോളാം. സ്മൃതി ആ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. ഹൈക്കോടതി പറഞ്ഞ കാര്യമല്ലേ പറയുന്നത്? ഹിന്ദു പെൺകുട്ടികളെ ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ലവ് ജിഹാദ് എന്നൊരു പ്രയോഗം, ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. കേരളത്തിൽ അല്ല കേരളത്തിൽ ഹൈക്കോടതി പറഞ്ഞു എന്നതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത കാര്യത്തിൽ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല കേരളത്തിൽ ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ലാതായി മാറുമോ? കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഇവിടെ പോലീസ് സംവിധാനം അന്വേഷിക്കുകയും അങ്ങനെയൊന്നുമില്ലാന്ന് കണ്ടെത്തുകയും കോടതിയിൽ അത് തെളിയുകയും ചെയ്തതാണ്. എന്താ നിങ്ങൾ തെളിയിക്കുന്നേ? ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുന്നേ? നിങ്ങൾ വെറുതെ കള്ളക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിയിക്കണ്ടേ? കേരളത്തിലെ നിരവധിയായ പെൺകുട്ടികൾ ഒരു കള്ളക്കണക്കല്ല. ഇവിടെ IS-ലേക്ക് പോയത് കള്ളക്കണക്കാണെന്ന് പറയുന്ന ആൾക്കാരല്ലേ? IS-ലേക്ക് പോയതിന്റെ കണക്കൊന്ന് പറയൂ. അല്ല, IS-ൽ പോയതിന്റെ കൃത്യം കണക്ക് പറയൂ ഗണേശ്. ഈ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാതെ കൃത്യം കണക്ക് ഗണേശ് പറയൂ. എന്നെക്കാട്ടും നന്നായിട്ട് സ്മൃതിക്ക് അറിയാലോ. അതെ, ഇവിടെ അന്വേഷണ ഏജൻസികളുടെ മുന്നിലുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അന്വേഷണ ഏജൻസികൾ നടത്തിയ കണക്കുകളിൽ സ്മൃതി കേൾക്കട്ടെ. സ്മൃതി എന്നെക്കാട്ടും വിവരമുള്ള ആളാണ്. അതെ, അന്വേഷണ ഏജൻസികൾ നടത്തിയ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാ കേൾക്കട്ടെ. അന്വേഷണ ഏജൻസികൾ നടത്തിയ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കണക്ക് 100, 120 ഒക്കെ ഉള്ളൂ. ഓരോ വർഷങ്ങളുടെയും കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ചോദിക്കുന്നത് അതെ, 100, 120 ആകെ വർഷങ്ങളുടെ കണക്കാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അത് പെൺകുട്ടികളെ കണക്കല്ല. അത് ഈ പറയുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയ കണക്കല്ല. ഞാനത് അല്ല, പെൺകുട്ടികളും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവിടെ എന്തിനാ പോകുന്നത്? IS-ലേക്ക് എന്തിനാ പോകുന്നത്? അവിടെ എന്താ ഉദ്ദേശം? അവിടെ പോയിട്ട് അവിടെ കൃഷി നടത്താൻ പോവുകയല്ലോ. കൃഷി നടത്താൻ പോയതല്ലല്ലോ അഫ്ഗാനിസ്ഥാനില്. ഇന്ത്യക്കെതിരെ ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അല്ലേ? ഇവിടെ തടിയൻവിട നസീർമാർ ഈ കേരളത്തിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? ഇവിടെ അല്ലേ? യുദ്ധം ചെയ്യാനാണോ? വിവരം കൂടുതൽ യുദ്ധം ചെയ്തോ? അല്ല, യുദ്ധം ചെയ്തതിന്റെ തെളിവുകൾ എന്താണ്? യുദ്ധം ചെയ്യാൻ പോയതാണ് തെളിവുകൾ എന്താണ്? ഇല്ല. അയ്യോ, ഹൈക്കോടതി അല്ല, കോടതിയിലാണ്. ഈ കോടതി വെറുതെ വിടുമോ? ഗണേഷ് 2014 മുതൽ 18 വരെയുള്ള കാലത്ത് പറയുന്ന കേൾക്കൂ. 2014 മുതൽ 18 വരെയുള്ള കാലത്ത് IS-മായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായ കണക്കാണ്, കേരളമല്ല. ഇന്ത്യയിലുണ്ടായ കേസുകൾ വെറും 180-നും 200-നും ഇടയ്ക്കാണ്. ഇന്റർനെറ്റ് വഴി ആശയപ്രചാരണം നടത്തിയവരും പശ്ചിമേഷ്യയിൽ പോകാൻ ശ്രമിച്ചവരും കൂടി ഉൾപ്പെട്ട കണക്കാണത്. ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിന്റെ കണക്ക് വെറും 185. ആരുടെ കണക്ക്? ആഭ്യന്തര വകുപ്പിന്റെ കണക്ക്. കേട്ടോ?
അല്ല, കേരളത്തിൽ നിന്ന് ഞാൻ കേട്ടു, ഞാൻ കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് പോയതിന്റെ കണക്കൊക്കെ വളരെ ചുരുക്കം കണക്കാണ്. താങ്കൾ ഈ 32 കേരളത്തെ അപമാനിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിലേക്ക് നോക്കൂ എന്ന് കർണാടകയിൽ പോയി പ്രസംഗിച്ചത് അമിത്ഷായാണല്ലോ. കേരളത്തിലേക്ക് നോക്കൂ എന്ന് അമിത്ഷാ പോയി കർണാടകത്തിൽ പ്രസംഗിച്ചത് എന്തിനാണ്? ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചുകൊണ്ട് കേരളത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞത് എന്തിനാണ്? അൻവർ ഷാ പാലോട് ഈ ഗണേശിന്റെ വാദങ്ങളോട് പ്രതികരിക്കാം. ഒപ്പം തന്നെ നേരത്തെ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറുപടി നൽകാം. സ്മൃതി, കോൺഗ്രസിന്റെ പ്രതിനിധി നേരത്തെ പറഞ്ഞത് ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു വാർത്ത വന്ന സമയത്ത് തന്നെ ഓൾറെഡി കേരളത്തിന്റെ മുഖ്യമന്ത്രി, CPM എല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023 തന്നെ നമുക്കറിയാം കേരളത്തിൽ DYFI ആയിക്കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ CPM ഒക്കെ തന്നെ എടുത്തിട്ടുള്ള നിലപാട് കൃത്യമാണ്. അല്ലാതെ സംഘപരിവാറിന് വിധേയത്വപ്പെട്ട് മുസ്ലിം ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും തന്നെ പോക്കറ്റിനുള്ളിൽ കയറ്റി വെക്കേണ്ട അവസ്ഥയൊന്നും കേരളത്തിൽ ഈ പറയുന്ന CPM അല്ലെങ്കിൽ LDF ഒന്നും ചെയ്യാറില്ല. റിയൽ സ്റ്റോറി എന്താണ് എന്നുള്ള ഹാഷ്ടാഗിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ കൊടുത്തിരുന്നു. ശരിയാണ്, DYFI പ്രതികരിച്ചിട്ടുണ്ട്, CPM പ്രതികരിച്ചിട്ടൊക്കെയുണ്ട്, ശരിയാണ്. പക്ഷേ സിനിമ ബാൻ ചെയ്തില്ല ശരി, സിനിമ ബാൻ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തുന്ന വിമർശനം. സിനിമ ബാൻ ചെയ്തില്ല, പറയട്ടെ, അത് ബംഗാളിൽ ചെയ്തു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജി പോകുമ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നു കേരളം ബാൻ ചെയ്തില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിനിടയാക്കിയത് ഇവിടുത്തെ ഇടത് സർക്കാരല്ലേ എന്നതാണ് വിമർശനം. പറഞ്ഞോളൂ. അല്ല, ഞങ്ങളന്ന് ഈ പറയുന്ന രീതിയിൽ ബാൻ ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട നിലപാട്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക, ഈ സിനിമ എന്താണ് സമൂഹത്തിൽ ചെയ്യുന്നതെന്നും ഇതല്ല കേരള സ്റ്റോറി എന്നൊക്കെയാണ്. അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും നോവലോ സിനിമയോ ഈ പറയുന്ന രീതിയിൽ ബാൻ ചെയ്യുക എന്നുള്ളത് എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ രാജ്യത്തെ ഇന്റഗ്രിറ്റിയും സൊസൈറ്റിയുടെ മൊറാലിറ്റിയും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ്. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാദമാണല്ലോ ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. അന്വേഷ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമായിട്ടാണല്ലോ BJP കാണുന്നത്. അല്ല സ്മൃതി, പറയട്ടെ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. പക്ഷെ ആ ഫ്രീഡം ആൻഡ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ആർട്ടിക്കിൾ 19(2) കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ മൊറാലിറ്റി നോക്കണം, ഇന്റഗ്രേഷൻ നോക്കണം, രാജ്യത്തിന്റെ സെക്യൂരിറ്റി നോക്കണം, സാഹോദര്യം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൂ എന്നത് കൂടി മനസ്സിലാക്കണം. കോൺഗ്രസിന് പറയാൻ പോയി കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയിക്കഴിഞ്ഞാലും ഇത് ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയേണ്ടി വരും. ഞാൻ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കല്ല, ഇതൊരു കോമൺ വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇനി ഗണേഷ് നേരത്തെ ഇവിടെ പറഞ്ഞു ഈ കേരളത്തിൽ എത്രയോ ലവ് ജിഹാദ് ഉണ്ടായിട്ടുണ്ടെന്ന്. എത്ര ലവ് ജിഹാദാണ് ഉണ്ടായിട്ടുള്ളത്? 2020 ഫെബ്രുവരി 4 കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള ബെന്നി ബെഹനാൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യം, കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എന്താണ് ലവ് ജിഹാദ് എന്നതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ? അമിത്ഷാ, അന്നത്തെ ഇന്ത്യയുടെ ഇന്നും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്, പാർലമെന്റിൽ ആഭ്യന്തര മന്ത്രാലയം വെച്ചിട്ടുള്ള റിപ്പോർട്ടാണ്, ഒരു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന പോലീസ് ഏജൻസികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഒരു കേസ് പോലും ലവ് ജിഹാദ് എന്ന് പറയുന്ന കേസില്ല. ഇനി രണ്ടാമത്, അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ആദ്യത്തെ കാര്യം വരുന്നത്. അതിനുശേഷം ആ സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസില്ല. ഇനി കേരള ഹൈക്കോടതിയിൽ അന്വേഷണം നടത്തി, പോലീസ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു, അപ്പോഴും ലവ് ജിഹാദ് ഇല്ല. പിന്നെ എവിടെയാണ് ഗണേഷ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്? നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ലവ് ജിഹാദിനെ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരോ നിങ്ങളുടെ ഭരണ സംവിധാനമോ ഈ രാജ്യത്തിന്റെ നീതിന്യായ പീഠമോ ഒന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ വായി തോന്നുന്നത് കോതയ്ക്ക് വിളിച്ച് പാടാനും അതോടൊപ്പം തന്നെ സ്മൃതിയുമായി ഇരുന്ന് തർക്കിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്നത് നിങ്ങൾ മനുഷ്യരെ കുഴപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണെന്നും അതോടൊപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സിനിമ നിർമ്മിക്കാനും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനും മാത്രമേ ഈ ലവ് ജിഹാദും ഇവിടുന്ന് പോയതും
ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ISIS-ഉമായി ബന്ധപ്പെട്ട പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഉത്തർപ്രദേശ് സ്റ്റോറിയിൽ നിന്ന് എടുത്തില്ല, ഗുജറാത്ത് സ്റ്റോറി എന്ന് നിങ്ങൾ എടുത്തില്ല, തമിഴ്നാട് സ്റ്റോറി എന്ന് പറഞ്ഞ് എടുത്തില്ല? എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ന്യൂനപക്ഷങ്ങൾ കൂടുതലായി താമസിക്കുന്ന കേരളവും കശ്മീർ പോലുള്ള സംസ്ഥാനങ്ങളൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾ എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് പിടിക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് കേരളം പോലുള്ള സംസ്ഥാനം, ഇന്ത്യയിലുള്ള മതേതരത്വവാദികൾ, മതേതരമായി ചിന്തിക്കുന്നവരാരും തന്നെ നിങ്ങളോടൊപ്പം നിൽക്കില്ല. ഈ പറയുന്ന പാവപ്പെട്ടവരെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിൽ പറ്റിക്കാൻ പറ്റും, എല്ലാ തെരഞ്ഞെടുപ്പിലും പറ്റിക്കാൻ പറ്റില്ല. ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ആൾക്കാരും ഇന്ന് കേരളത്തിൽ വന്ന് ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസ്ഥാനത്ത് നിന്നൊക്കെ അവർ പോയിട്ട് അവരെ സംസ്ഥാനത്ത് അവരുടെ ഭാര്യയെടുത്തും മക്കളെടുത്തും പറയും ഇന്ന് ഇന്ത്യയിൽ താമസിക്കാൻ ഏറ്റവും പറ്റിയ സംസ്ഥാനം കേരളമാണ്. ഈ സംഘപരിവാറുകാർ പറയുന്നതൊക്കെ എന്താണ്, തെറ്റാണ്, ഇവരുടെ കൂടരുതേ എന്ന് മാത്രമേ പറയുള്ളൂ. ഗണേഷ് ആദ്യം മനസ്സിലാക്കണം. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്, കഥയാണ് എന്നൊക്കെ ഗണേശും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഈ സുദീപ്തോയുടെ ഇന്റർവ്യൂ ആ സമയത്ത് വന്നതാണല്ലോ. ആസ് പെർ ദ റീസെന്റ് ഇൻവെസ്റ്റിഗേഷൻ സിൻസ് 2009 നിയർലി 30,000 girls from Kerala and Mangalore from Hindu and Christian communities have been converted to Islam, and most of them end up landing in Syria, Afghanistan, other ISIS and Haqqani influential areas എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ, നടന്നിരിക്കുന്ന അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ കണക്കെന്നൊക്കെയാണ് ഈ അവതരിപ്പിക്കുന്നത്. സ്മൃതി, ഒരു ചെറിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുന്നത് വളരെ ശരിയാണ്. ബാൻ ചെയ്യുക എന്നുള്ള ഒരു നടപടിയൊക്കെ അത്ര പോസിറ്റീവാണോ എനിക്കറിയില്ല. പക്ഷേ താണ്ഡവ എന്ന വെബ് സീരീസും ഈ അടുത്ത് അന്നപൂർണി എന്ന വെബ് സീരീസും നെറ്റ്ഫ്ലിക്സിന് എടുത്തു കളയാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹിന്ദു സംഘടനയുടെ ശ്രമങ്ങൾ പരസ്യം നമ്മുടെ മുമ്പിലുള്ളതല്ലേ? എത്ര നെറ്റ്ഫ്ലിക്സിലുള്ള എത്ര സീരീസുകൾ, അങ്ങനെ നെറ്റ്ഫ്ലിക്സ് പോലെ പുതിയ OTT ഈ വെബ് സീരീസുകൾക്കുള്ള സ്വാതന്ത്ര്യം, OTT പ്ലാറ്റ്ഫോമുകളുടെ സ്വാതന്ത്ര്യത്തെ തടയാൻ വേണ്ടി പുതിയ IT റൂൾസ് തന്നെ അമെൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളൊന്നുമല്ല. അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം തെറ്റായ പ്രൊപ്പഗാൻഡ ചെയ്യുന്നതാണ് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കണം, അത് സംശയമൊന്നുമില്ലാത്ത കാര്യം. പക്ഷേ ഡോക്യുമെന്ററി വന്ന കാര്യം കൂടെ ഒന്ന് പറയണേ. അതെ, BBC ഡോക്യുമെന്ററി അത് തടഞ്ഞു. അപ്പോൾ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളൊന്നല്ല അവർ. തങ്ങൾക്ക് ഉചിതമായതെന്തോ. പക്ഷേ ഇവിടെ സ്മൃതി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് പേര് കാണും, അതുപോലെ തന്നെ കുറച്ച് ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് അന്വേഷിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്നത് ചിലപ്പോൾ സാധാരണ മറ്റ് സംസ്ഥാനം കേരളം എന്തോ മികച്ച സംസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങൾ മോശമാണെന്നുള്ള പരാമർശമൊന്നും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതില്ല. കാര്യം ഞാൻ മറ്റ് സംസ്ഥാനം UP മറ്റ് സംസ്ഥാനം ഈക്വലിയും ബഹുമാനിക്കുന്നുണ്ട്. മലയാളികൾക്ക് അങ്ങനെ ഒരു വലിയൊരു എക്സ്പ്രഷനിസ്റ്റ് ഒന്നും ഞാൻ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരുപക്ഷെ ഇത് ദൈനംദിന പത്രം വായിക്കാത്തവർ, മാധ്യമ വാർത്ത ശ്രദ്ധിക്കാത്തവർക്കൊക്കെ ചിലപ്പോൾ പക്ഷേ ഈ പ്രൊപ്പഗാൻഡ അവരിലാണല്ലോ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന മുഴുവൻ അത്ര രീതിയിൽ ബ്രെയിൻ വാഷിങ്ങിന് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് മാറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തരം സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത്. ഇത് പ്രൊപ്പഗാൻഡയാണ്. പ്രൊപ്പഗാൻഡ ഫോൾസ് ആൻഡ് ലൈസ് ആണ്, പോസ്റ്റ് ട്രൂത്ത് സിനിമകൾ. ഇത് മാത്രമല്ല, സീരീസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് JNUവിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് പേര് കൊടുത്തത്. അതായത് എങ്ങനെയാണ് JNU എന്നുള്ള സംഭവം, ഒരു കാലം JNU എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ നിന്നും പല ആശയങ്ങൾ, ബഹുസ്വരമായ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പുരോഗമന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ യൂണിവേഴ്സിറ്റി അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ ഇവർക്ക് വരുതിയിലാവാത്ത, അല്ലെങ്കിൽ ഇവരുടെ കഥയ്ക്കുള്ളിൽ നിൽക്കാത്ത, വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വിമതമായി ചിന്തിക്കുന്ന സംസ്കാരങ്ങളെയും സ്ഥാപനങ്ങളെയൊക്കെ രീതിയിൽ ആഖ്യാനപ്പെടുത്തിക്കൊണ്ട് മോശപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ അർത്ഥമില്ലാത്ത കാര്യമാണ്. അത് പ്രൊപ്പഗാൻഡയാണ്. പ്രൊപ്പഗാൻഡ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുമായിരിക്കാം, പക്ഷേ പറിച്ച് എത്രയോ സിനിമകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വസ്തുത അടിസ്ഥാനപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് ലൗഹിജാതം ഡിബേറ്റ് ചെയ്യുന്ന അർത്ഥമില്ല. കാര്യം ഗണേശ് ഒരു പക്ഷേ തൻ്റെ വൈദഗ്ധ്യം ഉപയോഗിക്കുന്നത് ഈ ചർച്ച വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാണ്. കാര്യം കേരളവും രാജ്യവും തിരസ്കരിച്ചൊരു തേഞ്ഞു മാഞ്ഞു പോയൊരു ചർച്ചയാണ്. ഇന്ന് ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. BJP ഇലക്ഷൻ ക്യാമ്പയിനിൽ എന്താണ് ഉപയോഗിക്കേണ്ടതല്ലേ? ഒരു കാലത്ത് ഉപയോഗിക്കേണ്ടത്. ഗണേശ് തന്റെ വൈദ്യുതിയോട് ഉപയോഗിക്കുന്നത് ചർച്ച വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും. നന്നായി, അദ്ദേഹത്തിന് താല്പര്യം. നിമിഷ ഫാത്തിമ എങ്ങനെയാ IS-ലേക്ക് പോയത്? ഒരു നിമിഷ ഫാത്തിമ ചോദിച്ചു പറയട്ടെ, ഒന്ന് പറയട്ടെ, കേൾക്കാം. നിങ്ങൾ
നിമിഷ ഫാത്തിമയെ ബന്ധപ്പെട്ട പബ്ലിക് ഡൊമൈനിൽ ഒരുപാട് വാർത്തകളുണ്ട്. പക്ഷേ നിമിഷ ഫാത്തിയിൽ മാത്രമല്ലോ നിങ്ങൾ നിന്ന് ഹാദിയിലേക്ക് പോയി കോടതി എടുത്ത് വലിച്ചു കളഞ്ഞു. കോടതി സുപ്രീം കോടതി ചവിച്ചൂട്ടേക്ക് വലിച്ചു കളഞ്ഞു. എത്ര ക്യാമ്പയിൻ ഉണ്ടാക്കി ഹാദിയെ കുറിച്ചിട്ടുള്ള ക്യാമ്പയിൻ. അപ്പോൾ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് നിമിഷ ഫാത്തിമയോട് ചോദിക്കേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് പറയരുത് പ്ലീസ്. അല്ല ഗണേഷ് അങ്ങനെയൊന്നും ആരും പറയില്ല. ഇവിടെ ആരും ന്യായീകരിക്കാനോ അതിനെക്കുറിച്ച് അല്ല അതൊന്നും ആരും നിൽക്കുന്നില്ലല്ലോ ഇതിനെക്കുറിച്ച്. നിങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ല ഗണേഷ് പ്രശ്നം നിങ്ങൾ മാധ്യമ പ്രവർത്തകരും ഉണ്ടാക്കുന്ന ഒരു അജണ്ടയുണ്ടല്ലോ, ആ അജണ്ടക്കെതിരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനെ എന്താ പറയാ ചെറുതാക്കി 1-2 പിണറായി വിജയൻ പറയുന്ന പോലെ പറയരുത്. ഇതേ കേരളത്തിൽ തന്നെയാ മാറാടുണ്ടായത്, കൈവെട്ടിയത് ഇതേ കേരളത്തിൽ തന്നെയാ പാലാ ബിഷപ്പിന്റെ വീട്ടിലെ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതൊന്നും കേരളത്തിലാണ്, കേരളത്തിന് പുറത്തല്ല. ഗണേഷ് അങ്ങനെയാണ് ഇന്ത്യ കണ്ട എത്രയോ ആളുകൾ. അല്ല, ഇന്ത്യയെ കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. 1921 കലാപം നടന്നത് ഇല്ലായ്മ ചെയ്തത് ഈ കേരളത്തിലാണ്. ഈ കുമാരനാശൻ കവിത എഴുതിയത് ഈ കേരളത്തെ കുറിച്ചാണ് സാർ, ഈ കേരളത്തെ കുറിച്ചാണ്. നിങ്ങൾ ഇതൊന്നും മറച്ചു പിടിച്ചിട്ട് മുന്നോട്ട് പോവാമെന്ന് എല്ലാ കാലത്തും വിചാരിക്കരുത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ആളുകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അവരുടേതായ പ്രൊപ്പഗണ്ട കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് പ്രചരണം നടത്തും. അത് ഇല്ല എന്ന് പറയുന്നത് കേരളം മുന്നോട്ട് പോയി. കേരളം വളരെ മുന്നോട്ട് പോയി. നിങ്ങൾ തിരസ്കരിച്ചു ഈ ആശയങ്ങൾ, തിരസ്കരിച്ചു ഈ അജണ്ടകളെ തിരസ്കരിച്ചു. അതല്ലേ യാഥാർത്ഥ്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് OTT പ്ലാറ്റ്ഫോമിൽ അനുവദിക്കാത്തത്? അതും കൂടെ ഒന്ന് പറയൂ, സമയമില്ല. എന്തിനാ സ്മൃതി OTT പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്? ആ ജോസഫ് മാഷിന്റെ കൈ നോക്കിയാൽ പോരെ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പോ OTT പ്ലാറ്റ്ഫോമിലേക്ക് എന്തിനു പോകണം നമ്മള്? അല്ല, ജോസഫ് മാഷിന്റെ കൈവെട്ടിനെ കുറിച്ച് കേരളത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ജോസഫ് മാഷിന്റെ കൈവെട്ടിയെ കുറിച്ച് കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അല്ല അത് കൈവെട്ടിയതൊക്കെ വസ്തു തന്നെയാണ്. അതിന് പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? കേരള പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? അതിന്റെ പ്രതികരിച്ചതാണ്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അനു പെട്ടെന്ന് പറഞ്ഞോളൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഗണേശ് ഒന്ന് കേൾക്കൂ. ഈ കേരളത്തിൽ ഈ അഭിമന്യുവിന്റെ ഒറ്റ മിനിറ്റ് ഇല്ല. ഇല്ല ഗണേഷ് കുറെ പറഞ്ഞു. ഇനി അനു പറയട്ടെ. പ്രൊപ്പഗൻഡയാണ് ഒച്ച. അതെ, അനു പറയട്ടെ. ഒരു മിനിറ്റ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത് പറഞ്ഞാൽ മതി. ജോസഫ് മാഷിന്റെ കൈ പോയ പോലെ സാറിന് പേടിയുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. സാറിന് എന്ത് വേണമെങ്കിലും വിമർശിക്കാം. താങ്കൾക്ക് 32,000 3ആയി ചുരുങ്ങിയതിനെ കുറിച്ച് പറയാനില്ല. 32,000 3ആയി ചുരുങ്ങിയതിനെ കുറിച്ച് പറയാനില്ല. ഹാദിയുടെ കാര്യം ചോദിക്കുമ്പോൾ പറയാനില്ല. ശരി, ഒന്ന് അനൂപ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്ലീസ്. ഗണേഷ് 32,000 എന്ന പെരുപ്പിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ധാരണയുള്ളത് കൊണ്ടാണ് ഈ സിനിമ നിരോധിക്കാത്തതെന്നാണ് LDFന്റെ പ്രതിനിധി പറയുന്നത്. ശരി, ഇത് ഏത് LDF സർക്കാർ മാവോയിസ്റ്റ് പുസ്തകം കൈവശം വെച്ചു എന്ന് പറഞ്ഞ് അലൈന് ഷുഹൈബിനെ അറസ്റ്റ് ചെയ്ത ആളുകളാണ് ഇപ്പോൾ സിനിമ നിരോധിക്കാത്തതിന്റെ കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത്. ആ ഇരട്ടത്താപ്പും ഇതോടൊപ്പം സംഘപരിവാർ വാദങ്ങളുടെ വ്യർത്ഥതയ്ക്കൊപ്പം സമയം അവസാനിച്ചുകൊണ്ടാണ് സിനിമ എന്തായാലും ഇപ്പോൾ ദൂരദർശനിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെ ഈ കള്ളക്കഥ വിശ്വസിക്കുന്നു നമുക്കറിയില്ല. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സമയം പൂർണ്ണമായും അവസാനിച്ചുകൊണ്ടാണ്. ഇനി മീറ്റ് ദി എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.